കേരള സാഹിത്യ അക്കാദമിയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ചീഫ് ലൈബ്രറിയൻ തൃശൂർ ചാലിശ്ശേരിക്കാരിയാണ്. സ്ത്രീ ശക്തിയുടെ വ്യത്യസ്ത മാതൃക സൃഷ്ടിക്കുകയാണ് പുസ്തകങ്ങളുടെ തൊഴിയായ പി.കെ. ശാന്ത. 1956 നിലവിൽ വന്ന കേരള സാഹിത്യ അക്കാദമിയുടെ 69 വർഷ കാലയളവിൽ ചീഫ് ലൈബ്രറിയനാകുന്ന ആദ്യ വനിതയാണ് ചാലിശ്ശേരി സ്വദേശിയായ പി.കെ. ശാന്ത. 2007 ലൈബ്രറിയൻ ഗ്രേഡ് IV ജോലിയിൽ പ്രവേശിച്ച ശാന്ത നീണ്ട 14 വർഷത്തിന് ശേഷം 2021 സെപ്റ്റംബറിൽ അക്കാദമി ഫസ്റ്റ് ഗ്രേഡ് ലൈബ്രറിയനായി. ചീഫ് ലൈബ്രറിയൻ ആയതിനു ശേഷം അക്കാദമിയുടെ വെബ്സൈറ്റിൽ ലൈബ്രറിക്കായി ഒരു പേജ് തുടങ്ങി. ഇവിടുത്തെ 1.5 ലക്ഷം പുസ്തകങ്ങളുടെ വിവരണങ്ങളും ചരിത്രവും ആനുകാലികങ്ങളും ഡിജിറ്റൈസേഷൻ ചെയ്തുകൊണ്ട് പുതുതലമുറയ്ക്ക് ഉപയോഗപ്രദമാക്കി. 1772 പ്രസിദ്ധീകരിച്ച സംക്ഷേപ വേദാർത്ഥം എന്ന മലയാളത്തിലെ ആദ്യ പുസ്തകം ഉൾപ്പെടെ അക്കാദമിയിലെ അമൂല്യമായ താളിയോല ഗ്രന്ഥങ്ങളുടെയും പുസ്തകങ്ങളുടെയും പേരുകൾ ഓർത്തെടുക്കാൻ ശാന്തയ്ക്കാകും. അക്കാദമിയിൽ എത്തിയതോടെ സുകുമാർ അഴീക്കോട്, M.T. വാസുദേവൻ നായർ, ONV കുറുപ്പ്, നടനും കവിയുമായ മുല്ലനേഴി, M. മുകുന്ദൻ, വൈശാഖൻ, അശോകൻ ചെരുവിൽ, K. സച്ചിദാനന്ദൻ, ബെന്യാമിൻ, CV ശ്രീരാമൻ തുടങ്ങി മഹാപ്രതിഭകളെ അടുത്തറിയാനായി. അവരുടെ കയ്യൊപ്പോടുകൂടിയ പുസ്തകങ്ങൾ ഇതിനകം ശേഖരിച്ച് സൂക്ഷിക്കുന്നുണ്ട്. ചാലിശ്ശേരി പൊട്ടംകുളങ്ങര പരേതനായ കോരൻകാളി ദമ്പതിമാരുടെ 5 മക്കളിൽ 3ാമത്തെ മകളായ ശാന്ത 2021 പ്രമോഷൻ ലഭിച്ചതോടെയാണ് അക്കാദമി രൂപീകൃതമായതിനു ശേഷമുള്ള ആദ്യ വനിതാ ചീഫ് ലൈബ്രറിയനായി മാറി ചരിത്രമായത്. 18 വർഷത്തെ സേവനത്തിന് ശേഷം മെയ് മാസം വിരമിക്കും. വിരമിച്ച ശേഷം ഏറെ ഇഷ്ടപ്പെടുന്ന ഗ്ലാസ് പെയിന്റിംഗ്, ഫ്ലവർ മേക്കിംഗ്, ബോട്ടിൽ ആർട്ട് എന്നിവയിൽ സജീവമാകാനാണ് ആഗ്രഹം. സോളമൻ മാണിയാണ് ഭർത്താവ്. ലക്ഷ്മി മകളാണ്. ലൈബ്രറിയിൽ വന്നതിന് ശേഷം മഹാപ്രതിഭകളായിട്ടുള്ള എഴുത്തുകാരടുത്ത് ഇടപഴകാനും സംസ്കരിക്കാനും അല്ലാത്ത ഒരവസരം എനിക്ക് ഈ അക്കാദമി ലൈബ്രറിയിലെ ലൈബ്രറിയനായി വന്നപ്പോഴാണ് കിട്ടിയത്. 14 വർഷം അക്കാദമി ലൈബ്രറിയിലെ 4th ഗ്രേഡ് ലൈബ്രറിയനായിട്ട് 2020 എനിക്ക് ഫസ്റ്റ് ഗ്രേഡ് ലൈബ്രറിയനായിട്ട് പ്രൊമോഷൻ കിട്ടി. അത് എനിക്ക് എന്നിൽ അർപ്പിതമായ കുറേ ജോലികൾ ചെയ്ത് ഒരാഗ്രഹം ഉണ്ടായതിന് പുറത്ത് ഞാൻ കോഹ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇവിടുത്തെ അക്കാദമിയിലെ 1.5 ലക്ഷത്തിലധികം പുസ്തകങ്ങളുടെ കാറ്റലോഗ് മുഴുവൻ പൊതുസമൂഹത്തിൽ ലഭ്യമാക്കാനുള്ള ഒരു പ്രവർത്തനമൊക്കെ ചെയ്തു. സമൂഹത്തിലെ ഏത് ഭാഗത്തിരുന്നാലും ആർക്കും അക്കാദമി ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളുടെ കാറ്റലോഗ് സെർച്ച് ചെയ്യാനൊക്കെ പറ്റും. എന്നാൽ കഴിയണത് എന്തെങ്കിലും ചെയ്യാമെന്ന് ഉള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.